ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HHST ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1 ആണ്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേ സെ കൗൺ സി ധ്വനി സംയുക്ത് വ്യഞ്ജൻ ഹെ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്യാ. അടുത്ത ക്വസ്റ്റ്യൻ, निम्नलिखित में से किस भाषा को संविधान की अष्टम सूची में सम्मिलित नहीं किया गया है? आंसर വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഢി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുഷ്പദന്ത് की प्रबंध रचना है? आंसर ऑप्शन बी यणकुमार चरुवो. नेक्स्ट क्वेश्चन, ब्रह्मणे ही म जानंद ही बेऊ एवई पड़ियाऊ ए चौ बेऊ मट्टी पानी कुसलाई पडंद गरही बैसी अग्गी हुणंद. ഉപര്യുക്ത് കാവ്യ പങ്ക്തിയാം കിസ് കവി കി ഹെ എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സർഹപ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസൽമാൻ അനുയായി कबीरदास को किन का शिष्य मानते हैं? मुसलमान अनुयायी कबीरदास को किन का शिष्य मानते हैं? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഷെയ്ഖ് തക്കി. नेक्स्ट क्वेश्चन, फोर्ट विलियम कॉलेज के किस शिक्षक के माध्यम से हिंदी भाषा की पाठ्य पुस्तकों का प्रकाशन आरंभ हुआ? आंसर ഓപ്ഷൻ ഡി ആണ്, ഗിൽക്രൈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംശയാത്മ കിസ് കവി की रचना है? ആൻസർ ഓപ്ഷൻ സി ജ്ഞാനേന്ദ്ര പതി. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏകാംഗി മീം അൻവിധി अथवा संकलन त्रय के अंतर्गत काल स्थान के साथ किसके निर्वाह की गणना की जाती है? आंसर വരുന്നത് ഓപ്ഷൻ बी कार्य. नेक्स्ट क्वेश्चन, इनमें से कौन अनुभाव का एक भेद है? आंसर വരുന്നത് ഓപ്ഷൻ डी आहार्य. नेक्स्ट क्वेश्चन, शब्द में जहां मूल अर्थ नहीं बल्कि उसका व्यंग्यार्थ अभिप्रेत होता है वहाँ कौन सी शब्द शक्ति होती है എന്നുള്ളതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വ്യഞ്ജന. नेक्स्ट क्वेश्चन, जयशंकर प्रसाद कृत उर्वशी किस विधा की रचना है? आंसर വരുന്നത് ചമ്പു കാവ്യാണ്, ഓപ്ഷൻ ഡി ചമ്പു കാവ്യ. नेक्स्ट क्वेश्चन, काव्य दोष की परिभाषा इनमें से सबसे पहले किसने दी ആണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വാമൻ. नेक्स्ट क्वेश्चन, पाय महावर दैन को नैन भैटी आय फिरी फिरी जानी महावरी एडी मीडदी जाय इन काव्य पंक्तियों में कौन सा अलंकार है? പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഭ്രാന്തിമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഥാർത്ഥവാദ് ഓർ ഛായാവാദ് നിബന്ധക്ക് രചയിതാ ഹെ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജയശങ്കർ പ്രസാദ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മിലാ തേജ് സെ തേസ് കിസ് വിധാ കി രചന ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ജീവനി ആണ്, ആൻസർ ഓപ്ഷൻ എ ജീവനി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഛായാവാദ് ക പതൻ പുസ്തക കെ ലേഖക് കൗൺ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ദേവരാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏക പത്നി കെ നോട്ട്സ് കിസ് കി രചന ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ മമത കാലിയ. एक पत्नी के नोट्स ഉണ്ട്, एक पति के नोट्स ഉണ്ട്, മാറിപ്പോകരുത്. 18ാമത്തത്, നിർമ്മൽ വർമ്മ का पहली कहानी संग्रह है? ആൻസർ ഓപ്ഷൻ സി परिंदे, മാറിപ്പോകരുത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ, रस निष्पत्ति के संदर्भ में भुक्तिवाद किस आचार्य का मत है? ആൻസർ ഓപ്ഷൻ സി ഭട്ടനായക് ആണ്. नेक्स्ट क्वेश्चन, स्वर भंग किस प्रकार का अनुभव है? आंसर
ഓപ്ഷൻ ഡി ആണ് സാത്വിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. ജയശങ്കർ പ്രസാദ് के किस नाटक का एक पात्र है ശർവനാഗ് है? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്കന്ദഗുപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. निम्नलिखित में से कौन सा नाटक स्त्री समस्या से संबंधित नहीं है എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചിന്തിയോം की एक झालर. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. अंध हाजिर हो किस महिला नाट्यकार की रचना है? ആൻസർ ഓപ്ഷൻ ഡി മീരാ കാന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24 हम दीवानों की क्या हस्ती है आज यहाँ कल वहाँ चले ये काव्य पंक्तियां किस कवि की है? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഭഗവതി ചരൺ വർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. बात बोलेगी हम नहीं भेद खोलेगी बात ही काव्य पंक्तियों के रचनाकार है? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ശംഷേർ ബഹാദൂർ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനം അവധി ഹം രൂപ് നിഹാരൽ നയനന तिरपिद भेल इस काव्य पंक्तियों के रचयिता है? आंसर ऑप्शन ए विद्यापति. नेक्स्ट क्वेश्चन रूप की आराधना का मार्ग आलिंगन नहीं तो और क्या है? इन काव्य पंक्तियों के रचनाकार हैं? आंसर ऑप्शन सी रामधारी सिंह दिनकर. नेक्स्ट क्वेश्चन 28. ലോകവൃത്താനുകരണം നാട്യമേ തന്മയ കൃതം. ലോകവൃത്താനുകരണം നാട്യമേ തന്മയ കൃതം. യഹ് കഥൻ കിൻ ആചാര്യ കാ ഹെ എന്നുള്ളതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഭരതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29. കാവ്യം തു ജായത്തെ ജാതു കസ്യചിത് പ്രതിഭാവതഃ യഹി ഉക്തി കിസ് ആചാര്യ കീ ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഭാമഹ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യം ജീവിതം. ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യം ജീവിതം യഹ് ഉക്തി കിസ് ആചാര്യ കീ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ക്ഷേമേന്ദ്ര. നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കവിത സർവോത്തം शब्दों का सर्वोत्तम क्रम विधान है. കവിത സർവോത്തം शब्दों का सर्वोत्तम क्रम विधान है किस പാശ്ചാത്യ ആലോചക का मत है എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കോളറിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. കവിത ഹമാരെ പരിപൂർണ ക്ഷണോം കി വാണി ഹെ യഹ് കഥൻ കിസ്കാ ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സുമിത്രാനന്ദൻ പന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33 ആണ്. നിമ്നലിഖിത മേ സെ കോൺ സാ ശൃംഖലാമൂലക് അലങ്കാർ നഹി ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കാവ്യലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 ആണ്. ഇൻമേ സെ കോൺ സി ബോലി ഓക്കാർ ബഹുല നഹി ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഘടി ബോലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഗ്യാൻ ഗീത കിസ് ആചാര്യ കവി കി കൃതി ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കേശവദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീത് ഗുഞ്ച് കിസ് കവി കി രചന ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ സൂര്യകാന്ത് ത്രിപാഠി നിരാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. ഛായ നാമക് ഏകാംഗി കെ ലേഖക് ഹെ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് സുദർശൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജേഷ് യാദവ് കി കഹാനി ഹെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രാംകുമാർ ഛായ നാമക് ഏകാംഗി കെ ലേഖക് ഹെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ, സുദർശൻ ആണ്. നെക്സ്റ്റ് 38. രാജേന്ദ്ര യാദവ് കി കഹാനി ഹെ 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ജഹാ ലക്ഷ്മി കൈദ് ഹെ. നെക്സ്റ്റ് 39. ഇൻമേ സെ കിസ് ഹിന്ദി ആലോചക് ने സാധാരണീകരൺ की വ്യാഖ്യ की है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ നഗേന്ദ്ര ആണ്. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ശ്ലേഷ് അലങ്കാർ കിतने प्रकार का होता है എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് വരുന്നത് 2 പ്രകാരം അല്ലെങ്കിൽ 2 ആണ് കേട്ടോ. അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശൻ വർഷിക്ക് അനുസാർ ഇൻ ഉപന്യാസോം ക സഹി അനുക്രമ ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് അൽക്ക, രാം റഹീം, ശേഖർ എക് ജീവനി, പ്രഥം സിൻഹ സേനാപതി ആണ് കേട്ടോ വരുന്നത്. അടുത്തത് 42 ആണ്. ഫണീശ്വർനാഥ് രേണുക്ക് ഉപന്യാസോം ക പ്രകാശൻ വർഷിക്ക് അനുസാർ സഹി ക്രം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മൈല ആഞ്ചൽ, പരത്തി പരിക്കഥ, ദീർഘപഥ, പൽട്ടു ബാബു റോഡ്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശ് വർഷിക്ക് അനുസാർ ജയശങ്കർ പ്രസാദ് കി കഹാനിയോം ക സഹി അനുക്രം ഹെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 43 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രതിധ്വനി, ആകാശദീപ്, ആന്തി, ഇന്ദ്രജാൽ. അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശൻ വർഷിക്ക് അനുസാർ ഇൻ രചനാओं का സഹി അനുക്രം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 44ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിഹാസ്, തിമിർ, നാശക്, ശിവശംഭു കി ചിട്ടി, സാഹിത്യദേവത, സീഡിയോം പർ ധൂപ് में. അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശൻ വർഷിക്ക് അനുസാർ രാംവിലാസ് ശർമ്മ की कृतियों का सही अनुक्रम എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 45 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭാരതേന്ദു യുഗ്, ഭാഷാ സാഹിത്യ और संस्कृति, परंपरा का मूल्यांकन, बड़े भाई. അടുത്തത് വരുന്നത് 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭാഷാ നിർമ്മാൺ കി ഇക്കായിയോം ക സഹി അനുക്രം ഹെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ധ്വനി, ശബ്ദ, പദ്, വാക്യ. അടുത്തത് 47. निम्नांकित में से उच्चारण स्थान के आधार पर कंठ से लेकर मुख विवर में उच्चरित व्यंजन ध्वनियों का सही अनुक्रम है എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കണ്ഡ്യ, താലവ്യ, വത്സ്യ, ദന്ത്യ, ഓഷ്ടി എന്നുള്ളതാണ്. അടുത്തത് 48. ദേവനാഗരി ലിപി ക സഹി വികാസ് ക്രം ഹെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിലും ഇതിൻ്റെ ആൻസർ ഇല്ല, എല്ലാം തെറ്റായ ഓപ്ഷൻസ് ആണ്. ശരിയായിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മി ലിപി, ഗുപ്ത ലിപി, കുടിൽ ലിപി, ദേവനാഗരി അങ്ങനെയാണ് വരുന്നത്. അടുത്ത പ്രകാശൻ വർഷിക്ക് ദൃഷ്ടി സേ ഭീഷ്മ സഹനിക്ക് നാടകവും ക സഹി അനുക്രം. പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. JLT ആണെങ്കിലും HST ആണെങ്കിലും സെറ്റിനൊക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോവുക. ചാനലിൽ ഇതിൻ്റെ കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നോക്കുക. പ്രകാശൻ വർഷിക്ക് ദൃഷ്ടി സേ ഭീഷ്മ സാഹിനിക്ക് നാടകവും ക സഹി അനുക്രം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 49 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹാനുഷ്, മാധവി, മുആവസെ, ആലംഗീർ. നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിഷ്ണു പ്രഭാകർ കെ നാടകവും ക പ്രകാശൻ വർഷിക്ക് അനുസാർ സഹി അനുക്രം ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ, യുഗ് യുഗേ ക്രാന്തി, ടൂട്ടത്തെ പരിവേഷ്, സത്താക്കി ആർ പാർ. നെക്സ്റ്റ് വരുന്നത് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജന്മകാൽ കെ അനുസാർ നിമ്നലിഖിത കവിയോം ക സഹി അനുക്രം ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കേദാർനാഥ് അഗ്രവാൾ, ത്രിലോചൻ, ധർമ്മവീർ ഭാരതി, രഘുവീർ സഹായ്. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ. ജന്മകാൽ കെ അനുസാർ നിമ്നലിഖിത കവിയോം ക സഹി അനുക്രം ഹെ എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരിയൗദ്, മൈഥിലി ശരൺഗുപ്ത്, മക്കൻലാൽ ചതുർവേദി, ബാലകൃഷ്ണ ശർമ്മ, നവീൻ. അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശൻ വർഷിക്ക് അനുസാർ രചനാओं का सही अनुक्रम है. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മധുശാല, മധുബാല, മധുകലശ്, നിശാന്ത് മന്ദിർ. അടുത്തത് 54. ജന്മകാൽ के अनुसार രചനാകാരോं का सही अनुक्रम है എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ശ്രീധർ പാഠക്, ജഗന്നാഥദാസ്, രത്നാകർ, രാംനരേഷ് ത്രിപാഠി, മുകുടധർ പാണ്ഡെയാണ്. ഇതിൻ്റെയൊക്കെ കവികളുടെ ജന്മകാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണാം. ഇത് ജന്മകാൽ കെ അനുസാർ കവിയോം കാ സഹി അനുക്രം ഹെ എന്നുള്ളതാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗുരുനാനക്, ദാദുദയാൽ, മലൂക് ദാസ്, സുന്ദർദാസ്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ഥാപന അസേഷൻ എ ആണ്. പിന്നെ വരുന്നത് മനോവിശ്ലേഷൻ വാദമേം സബ്സെ അധിക महत्व व्यक्ति के मन को दिया जाता है. तर्क വരുന്നത് क्योंकि व्यक्ति का मन सामाजिक
പ്രതിബദ്ധവും മെയിൻ കൈദ് ഹോക്കർ ജഡ് ഹോ ജാത്താ ഹെ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ 56-ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 57-ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 58-ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി. 59-ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി. 60-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 61 ഓപ്ഷൻ സി. 62 ഓപ്ഷൻ ബി. 63 ഓപ്ഷൻ എ. 64 ഓപ്ഷൻ എ. 65 സി. 66-ാമത്തെ ക്വസ്റ്റ്യൻ निम्नलिखित उपन्यासों को उनके लेखकों के साथ सुमेलित कीजिए എന്നുള്ളതാണ്. 66-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് പ്രേംചന്ദ് की औपन्यासिक पात्रों को उनके उपन्यासों से सुमेलित कीजिए എന്നുള്ളതാണ് 67-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ എ റിച്ചാർഡ്സ് के ग्रंथों को उनके प्रकाशन की प्रथम संस्करण वर्ष से सुमेलित कीजिए എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് निम्नलिखित पाश्चात्य सिद्धांतों को उनसे सिद्धांत के संबंध पुस्तकों का साथ सुमेलित कीजिए എന്നുള്ളതാണ്. 69 ആണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് 70 निम्नलिखित संप्रदायों को उनके आचार्यों के साथ सुमेलित कीजिए എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 71 निम्नलिखित निबंधकारों को उनके निबंधों के साथ सुमेलित कीजिए 71. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 72 निम्नलिखित संस्मरणात्मक कृतियों को उनके लेखकों के साथ सुमेलित कीजिए എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സംസ്മരൺ വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണാം. നെക്സ്റ്റ് 73-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് निम्नलिखित लेखकों को उनके यात्रा वृत्तांत के साथ सुमेलित कीजिए എന്നുള്ളതാണ്. 73. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 74-ാമത്തെ ക്വസ്റ്റ്യൻ निम्नलिखित कहानियों को उनके लेखकों के साथ सुमेलित कीजिए എന്നുള്ളതാണ്. 74-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് 75-ാമത്തെ ക്വസ്റ്റ്യൻ निम्नलिखित काव्य संग्रहों को उनके कवियों के साथ सुमेलित कीजिए എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഒരുവിധം ഇതിലുള്ള ടോപ്പിക്കൊക്കെ വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്. ധന്യവാദ്.